Ayesha's കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും ഒരു കിഡിലൻ സ്നാക്കാണ് തക്കാരപ്പെട്ടി. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ തക്കാരപ്പെട്ടി. തക്കാരപ്പെട്ടി എന്ന് പേരിടാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ സൽക്കാരങ്ങളൊക്കെ വരുന്ന സമയത്ത് നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. ബ്രെഡ് കൊണ്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വേവിച്ച് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബീഫ് വരട്ടിയെടുത്തതാണ്, അപ്പോൾ ബാക്കി വന്ന ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ബീഫ് കൊണ്ടോ അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബീഫ് ബ്ലെൻഡറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലേ നമുക്കിത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിക്കനാണ് വേവിച്ചെടുത്തതെങ്കിലും ഇതുപോലെ ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ വേവിച്ച് ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് വേവിച്ചിട്ട് കൂടുതൽ സ്പൈസ് പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് സാധാ മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണ്ടേ ഈ മസാല, ഈ ഫില്ലിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ മല്ലിയിലയും കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ സ്പൈസ് പൗഡേഴ്സോ ഒന്നും ചേർക്കുന്നില്ല, പിന്നെ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. കാരണം ബീഫ് വരട്ടിയെടുത്തതിൽ അത്യാവശ്യം കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീഫല്ല അല്ലെങ്കിൽ വേവിച്ച് വെച്ച ചിക്കനൊന്നും അല്ല എന്നാണെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സമൂസയുടെ കൂട്ടും അല്ലെങ്കിൽ കട്ട്ലേറ്റിലേക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കുന്ന പോലെ തയ്യാറാക്കുക. പിന്നെ വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് ഒട്ടി പിടിക്കുന്ന പരുവത്തിലായി കിട്ടണം, എന്നാലേ നമുക്കിത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബീഫും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കളർഫുള്ളായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ക്യാരറ്റ് പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട, നല്ല സോഫ്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവം വേണം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കടലമാവിൻ്റെ ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവും അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വല്ലാണ്ട് കട്ടിയും പാടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടി കുറവും പാടില്ല. അതുപോലത്തെ ഒരു മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ലൂസാക്കി കൊടുക്കണം. നമ്മളിത് ബ്രെഡാണ് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ വേവാനുള്ള ടൈമൊക്കെ എടുക്കും. ബ്രെഡ് നമുക്ക് അത്രയും വേവിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ തക്കാരപ്പെട്ടി എന്നുള്ള സ്നാക്ക് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക, എന്നാലേ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. നമ്മൾ സാധാ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അത്രയും ഭംഗി കിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക. നമുക്കത് സാൻഡ്വിച്ച് പോലെ ആക്കിയെടുക്കണം ആദ്യം, എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 2 ബ്രെഡ് ഒരുമിച്ച് തന്നെ വെക്കുക, ഇങ്ങനെ തന്നെ അവിടെ മാറ്റി വെക്കുകയും ചെയ്യുക. അപ്പോൾ വേറെ സൈസ് ആകുമ്പോൾ നമുക്കത് ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റേതായ പെയർ തന്നെ വെച്ചിട്ട് അങ്ങനെ തന്നെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വീണ്ടും 2 എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടെണ്ണം ഒരുമിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ നമുക്കതിന് ചിലപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൈസൊക്കെ മാറിപ്പോവില്ലേ. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക, രണ്ടെണ്ണം ഒരുമിച്ച് തന്നെ.
പിന്നെ ഇത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാതെ നമുക്ക് ഒരു സിംഗിൾ ബോക്സ് ആയിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാണാനും ഇതാണ് ഭംഗി. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പേര് തന്നെ ഒരുമിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ തക്കാരപ്പെട്ടി എങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫില്ലിങ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തിയ ശേഷം ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് തനിയെ അവിടെ സ്റ്റിക്കായി കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവാണെങ്കിലാണ് അത് നന്നായിട്ട് അവിടെ പ്രസ് ചെയ്ത് കിടക്കുന്നത്. ഡ്രൈ ആണെങ്കിൽ ഇതുപോലെ പ്രസ്സായിട്ട് വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി എല്ലാതും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള 1-2 റെസിപ്പീസ് ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ ഇടാം. നല്ല റെസിപ്പീസാണ്, പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല അതിൻ്റെ. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതിന് ലാസ്റ്റ്. നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ആക്കിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടലമാവിൻ്റെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി ഓരോ ബ്രെഡ് സാൻഡ്വിച്ചും എടുത്തിട്ട് ഈ കടലമാവിൻ്റെ മിക്സ്ചറിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ആദ്യം സൈഡൊക്കെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ഈ കടലമാവിൻ്റെ മിക്സ്ചറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട കലക്കിയിട്ട് അതും ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുത്ത ശേഷം വേണം 2 വശങ്ങളിലും ഈ കടലമാവിൻ്റെ മിക്സ്ചർ ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാൻ. കുറേശ്ശെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കണ്ട. കാരണം നമ്മൾ ഈ ബ്രെഡ് ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഈ ബ്രെഡിൻ്റെ പൊടി ഇതിലൊന്ന് സ്റ്റിക്കായി കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബ്രെഡ് പൊടി നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് പൊടിയാണ്. സൈഡ് എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുക. എന്നാലേ നല്ല ഭംഗിയിലുള്ള തക്കാരപ്പെട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അത്ര ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ സാൻഡ്വിച്ച് ആക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ഫസ്റ്റ് കടലമാവിൻ്റെ മിക്സ്ചർ കൊണ്ട് സൈഡൊക്കെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുത്ത ശേഷം ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലത്തെ ബ്രെഡിൻ്റെ സ്നാക്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് സെറ്റായ ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്രെഡ് വല്ലാണ്ട് എണ്ണ കുടിക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി, അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്യണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഈ തക്കാരപ്പെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ ഈ സ്നാക്കാണ്. അപ്പോൾ ഇത് ഒരുപാട് നേരം നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്യുക കേട്ടോ. ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ വിട്ടിട്ട് വെച്ചിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ബ്രെഡിൻ്റെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലാണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. അതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലും ഫ്രൈ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലും നല്ല പുറമേ നല്ല ക്രിസ്പിയും ഒരുപാട് എണ്ണ കുടിക്കാതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ബ്രെഡിൻ്റെ സ്നാക്സോ എല്ലാ സ്നാക്സും ബ്രെഡിൻ്റെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മുമ്പത്തെ ബ്രെഡിൻ്റെ സ്നാക്സൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കൺഫ്യൂഷനായിരുന്നു ഇത്. ഈ ബ്രെഡിൽ ഒരുപാട് എണ്ണ വരുന്നുണ്ടല്ലോ, അതെങ്ങനെ സംഭവിക്കുന്നതൊക്കെ. ഞാൻ തയ്യാറാക്കുമ്പോൾ അങ്ങനെ വരാറില്ല. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡിൻ്റെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാരപ്പെട്ടി റെഡി ആയിട്ടുണ്ട്.
ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത പാടന്നെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡാവും. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അടുത്തതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡനും നല്ല ക്രിസ്പി ആവുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്യുക, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ. പിന്നെ ഒരുപാട് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ ഇതുപോലെ 2 3 ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ വലിയ പാനൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് അധികം ടൈമൊന്നും എടുക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക, മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. വല്ലാണ്ട് ലോ ആക്കരുത്, അതുപോലെ വല്ലാണ്ട് ഹൈയും ആക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ തക്കാരപ്പെട്ടി. ഇതിപ്പോൾ ചൂടോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നേരം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ നന്നായിട്ട് പുറമേ നല്ല ക്രിസ്പി ആവും, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി സ്നാക്കാണ്. അകത്ത് ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ചെമ്മീൻ്റെ ഫില്ലിങ്ങോ ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തക്കാരപ്പെട്ടി സ്നാക്ക് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണണ്ടേ? അപ്പോൾ ഇതാണ് നമ്മുടെ തക്കാരപ്പെട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരെണ്ണം 2ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റാണ്. നമ്മൾ അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോക്ക് ലാസ്റ്റ് കുറച്ച് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള ഇത് ഞാൻ 2016 ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് കേക്കാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ 2015 ഷെയർ ചെയ്തിട്ടുള്ള ഒരു ബീഫ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതും സെയിം തന്നെയാണ്. ഇത് സ്പൈസിയാണ്, ആദ്യത്തേത് സ്വീറ്റാണ്. പിന്നെ ഇത് കോൾസ്ലോ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയതാണ്. ഇത് 2016 ഷെയർ ചെയ്ത ഒരു റെസിപ്പിയാണ്, ബ്ലോഗിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കിയുള്ള വേറൊരു ബ്രെഡിൻ്റെ സ്നാക്കാണ്. ഇത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ബ്രെഡ് കോൺ സമൂസയാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് എനിക്ക് ആദ്യമായിട്ട് 1 മില്യൺ നേടി തന്നിട്ടുള്ള റെസിപ്പിയാണ് ബ്രെഡ് ബനാന ടോസ്റ്റ്. നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റത്തെ 3 വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേറെ റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ, താങ്ക് യു.